ഹലോ നമസ്കാരം. മഴതോരും മുമ്പേടെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. വളരെയധികം ഹൃദയസ്പർശിയായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മുടെ മഴതോരും മുമ്പേൽ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയാം നമുക്ക് ഇന്നത്തെ ഈ സ്റ്റോറിയെ. അതായത് നമ്മുടെ രോഹിത്തും അതുപോലെ ഹരിയും കൂട്ടുകാരും ഒക്കെ കൂടി ചേർന്നിട്ട് ശരണ്യെ പിച്ചി ചീന്തുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അത് വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതിനുശേഷം രോഹിത്തിനും ഹരിക്കും കൂട്ടുകാർക്കൊക്കെ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യവും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ് എന്നുള്ളതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഈ സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹരിയുടെ ആ ഒരു കൊടും ചതിയാണ് ഇനി നടക്കാൻ പോകുന്നത് കേട്ടോ. ഏറ്റവും മോശപ്പെട്ട ഒരു സംഭവം തന്നെയാണ് നടക്കാനായിട്ട് പോണത്. ഹരിയാണെങ്കിൽ ശരണ്യെ വിളിച്ച് ഇങ്ങനെ ഓരോ സൂത്രങ്ങളൊക്കെ പറഞ്ഞ് ശരണ്യെ റേപ്പ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ആക്കുകയാണ്. അതായത് ശരണ്യെ ഇങ്ങനെ സോപ്പിട്ടിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടിക്കാരെന്നൊക്കെ പറഞ്ഞാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ ശരണ്യാണെങ്കിൽ പാവം ഒരു ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഒരു നല്ല ഡ്രസ്സ് പോലും ഇല്ല എനിക്ക് ഇടാൻ എന്നൊക്കെ പറയുമ്പോൾ ഹരി പറയുന്നത് നിനക്ക് എന്തിനാ ഡ്രസ്സ്, ഹരിയുടെ ഉള്ളിലുള്ള ചിന്ത വേറെയല്ല, അതുകൊണ്ട് ഡ്രസ്സിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത്. പക്ഷേ പാവം ശരണ്യ ചിന്തിക്കുന്നത് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് ശരണ്യ, അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഡ്രസ്സ് പോലും ശരണ്യക്കില്ല. അപ്പോൾ ലാസ്റ്റ് ഹരി സമ്മതിക്കുന്നുണ്ട്, ഞാൻ വാങ്ങിച്ചു തരാം എന്ന് ഹരി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ശരണ്യക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അതിനെ കണക്കാക്കിയിട്ട് അവർ ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരണ്യ എന്താണെങ്കിലും രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം, 3:30 ആകുമ്പോഴേക്ക് എന്നെ കൊണ്ടുവിടണം എന്നും പറഞ്ഞിട്ടുണ്ട്. പാവം ഒന്നും അറിയില്ല, താൻ ചതിക്കപ്പെടാനാണ് പോകുന്നത് എന്നുള്ള കാര്യം ആ കുട്ടിക്ക് അറിയത്തില്ല. അങ്ങനെ ഹരിയാണെങ്കിലും മറ്റു കൂട്ടുകാരൊക്കെ വിളിച്ച് എല്ലാം സെറ്റാക്കുകയാണ്. കൂട്ടുകാരോട് നേരത്തെ തന്നെ അവിടെ എത്താനും അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. രോഹിത്തിനോടും പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറയുകയാണ്. രോഹിത്തും പെട്ടെന്ന് വീട്ടിൽ നിന്ന് എസ്കേപ്പായിട്ട് ബാലചന്ദ്രൻ്റെയും അതുപോലെ കൃഷ്ണയുടെയൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി ഒരുവിധം ഒപ്പിച്ച് പറഞ്ഞുകൊണ്ട് എസ്കേപ്പ് ആവുകയാണ്. ഹരിയും അതുപോലെ ശരണ്യെ വിളിക്കുകയാണ്. എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഹരിയേട്ടൻ എവിടെയാണെന്ന് ചോദിക്കുകയാണ് ശരണ്യ. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഭാഗത്ത് ശരണ്യ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇനി നടന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അതിന് ശേഷം നടക്കാൻ പോകുന്ന സംഭവങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഹൈപ്പ് ചെയ്തിട്ടും കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ രോഹിത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അലീനയ്ക്ക് അവൻ്റെ പോക്കിൽ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുകയാണ്. അവൻ എന്തോ ഒരു കുഴപ്പത്തിലേക്കാണോ പോകുന്നത് എന്നുള്ളൊരു ചിന്ത തോന്നുന്നുണ്ട്. ആ സംശയം ബാലചന്ദ്രനുമായിട്ട് അലീന പങ്കുവെക്കുന്നുണ്ട്. അച്ഛാ, എനിക്കൊരു സംശയമുണ്ട്. എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ രോഹിത്തിൻ്റെ ഈ പോക്ക് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല, എന്തോ ഒരു കുഴപ്പത്തിലേക്കാണോ പോകുന്നത് എന്ന് എനിക്ക് സംശയം തോന്നുകയാണ് എന്ന് പറയുന്നുണ്ട്. അവൻ ഹോസ്പിറ്റലിലേക്ക് പോകാനല്ലേ നേരത്തെ ഇറങ്ങിയത് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ എനിക്ക് അതിലത്ര വിശ്വാസം പോരാ. അവൻ്റെ മട്ടും പാവമൊക്കെ കണ്ടിട്ട് എനിക്ക് അത്രയ്ക്ക് വിശ്വാസം പോരാ. അവന് വേറെ എന്തോ കുഴപ്പത്തിലേക്കാണോ പോകുന്നത് എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടല്ലോ, അപ്പോൾ അറിയാനായിട്ട് പറ്റും അവൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളത് അറിയാൻ പറ്റും എന്ന് പറയാണ്. അലീനയ്ക്ക് എന്നാലും എന്തോ ഒരു സംശയം തോന്നുകയാണ് രോഹിത്തിൻ്റെ പോക്കിലിട്ടോ. അപ്പോൾ അലീന അത് പറയുന്നുണ്ട്. ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ പോയേക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാതിരിക്കാം. പക്ഷേ എന്താണെങ്കിലും അവൻ ഇന്ന് പോകുന്നത് കോളേജിലേക്കല്ല അച്ഛാ എന്ന് പറയണം. ശരി, ഞാൻ കോളേജിലും ഒന്ന് അന്വേഷിക്കാം, ഇന്ന് അവൻ കോളേജിൽ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞാൻ അന്വേഷിച്ചേക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛൻ എല്ലാവരെയും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, രോഹിത്തിനെയും ബബിതയൊക്കെ ഒന്ന് നല്ലോണം നിരീക്ഷിക്കണം, അവരുടെ പോക്കൊക്കെ എങ്ങോട്ടാണ്, എന്തെങ്കിലും കുഴപ്പത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അച്ഛൻ നോക്കണം എന്ന് പറയുമ്പോൾ, എന്താ മോളെ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതെച്ചാ എനിക്ക് എൻ്റെ ഒരു തോന്നലാണ്, അവരുടെ പോക്ക് അത്ര ശരിയായ രീതിയിലല്ല, അവർ ചതിക്കപ്പെടുമോ എന്നൊക്കെയുള്ളൊരു പേടി എനിക്കുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറയണം. ശരി, ഞാൻ അന്വേഷിച്ചേക്കാം, രോഹിത് എങ്ങോട്ടാണ് പോയതെന്ന് ഞാൻ നോക്കാം, അതുപോലെ ബബിതയും ഒന്ന് വാച്ച് ചെയ്തേക്കാം എന്ന് ബാലചന്ദ്രൻ അലീനയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്.
പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രോഹിത്ത് ബൈക്കിൽ ഇങ്ങനെ പോകുന്നതാണ്. ഭയങ്കര ആവേശത്തിലൊക്കെയാണ് രോഹിത്ത് പോകുന്നത് കേട്ടോ. ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഭയങ്കര ആവേശത്തിൽ അവർ പറഞ്ഞ ആ വീട്ടിലേക്ക് രോഹിത്ത് ബൈക്ക് ഓടിച്ച് പോകുന്നുണ്ട്. അതേ സമയം തന്നെ നമ്മുടെ ഹരി ശരണ്യെ വിളിച്ചിട്ട് റോഡിലേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ശരണ്യ ആകെ ഭയന്ന് ആരെങ്കിലുമൊക്കെ കാണുമോ എന്നൊക്കെയുള്ള പേടിയൊക്കെ ശരണ്യക്കുണ്ട്, പാവം കുട്ടി. അപ്പോൾ അവൾ ഈ ഹരിയുടെ ആ ട്രാപ്പിൽ വീഴാൻ പോകണമെന്നൊന്നും അറിയത്തില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ റിയൽ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ശരിക്കും ഭയം തോന്നുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരണ്യ ഹരി വിളിച്ചതനുസരിച്ച് റോഡിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഹരി അവളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് കാറ് നിർത്തുന്നുണ്ട്. എന്നിട്ട് കയറാൻ വേണ്ടിയിട്ട് പറയണം. അപ്പോൾ ശരണ്യക്ക് ഭയങ്കര പേടി. ഇന്ന് എന്താ കാറൊക്കെ ആയിട്ട്, സാധാരണ ബൈക്കിലല്ലേ നമ്മൾ പോവാറ് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് കാർ എടുത്തു, നീ കാറ് കയറ് എന്ന് പറയണം. അത് ഹരിയേട്ട കാറ് വേണ്ടായിരുന്നല്ലോ, ബൈക്ക് മതിയായിരുന്നു എന്ന് പറയണേ. കാറല്ലേടി സേഫ്, ആരും കാണത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അപ്പോൾ കാറിൽ പോകുമ്പോൾ അവൾക്കൊരു പേടിയുണ്ട്. കാറിൽ വെച്ച് അരുതാത്ത എന്തെങ്കിലും ഇവൻ കയ്യാങ്കളിയൊക്കെ ചെയ്യുമോ എന്നൊക്കെയുള്ളത് ആ ഒരു പേടിയാണ്. എന്താണ് മോൻ്റെ ഉദ്ദേശം? കാറൊക്കെ എടുത്ത് വന്നിട്ട് കാറിൽ വെച്ച് വല്ല കയ്യാങ്കളിക്കാണെങ്കിൽ ഇതേ എൻ്റെ സ്വഭാവം മാറും എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, എനിക്ക് അറിഞ്ഞൂടെ നിന്നെ, നീ എന്നെ ഒന്ന് തൊടാൻ പോലും സമ്മതിക്കത്തില്ല എന്ന് എനിക്കറിയാം. ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി കാർ എടുത്തു, അത്രയും കുറച്ച് ദൂരം പോകാനുള്ളതല്ലേ, അതുകൊണ്ടാണ് എന്ന് പറയാണ്. അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കണ്ടേ, അതൊക്കെ നമുക്ക് പോകുന്ന വഴി എടുക്കാടി എന്ന് പറഞ്ഞിട്ട് ശരണ്യെ കാറിൽ കയറ്റുകയാണ്. അങ്ങനെ കാറിൽ പോകുമ്പോൾ ശരണ്യക്ക് കാറിൽ കയറിയപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഹരിയുടെ കൂടെയാണല്ലോ യാത്ര ചെയ്യുന്നത്. ഹരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരണ്യക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഹരിയുടെ മനസ്സിലിരിപ്പൊന്നും ശരണ്യക്ക് അറിയത്തില്ല. അങ്ങനെ നീ ഹാപ്പിയാണോ എന്ന് ചോദിക്കുകയാണ് ഹരി ശരണ്യോട്. ഞാൻ ഹാപ്പിയാണ്, ഹരിയേട്ടൻ്റെ കൂടെയല്ലേ ഞാൻ വരുന്നത്, എന്നാലും ഹരിയേട്ട എന്നെ പെട്ടെന്ന് വീട്ടിൽ കൊണ്ടാക്കണേ എന്ന് പറയുമ്പോൾ കൊണ്ടാക്കിയേക്കാടി, ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും, അപ്പോഴേക്കും എല്ലാ പരിപാടിയൊക്കെ തീരുള്ളൂ, എല്ലാവരുടെയും ഊഴമൊക്കെ കഴിയണ്ടേ. അതെന്താ അങ്ങനെ എല്ലാവരുടെയും ഊഴോ? അങ്ങനെ അതായത് കേക്ക് കട്ടിങ്ങും അതുപോലെ ഭക്ഷണം കഴിപ്പും എല്ലാം ഒക്കെ കഴിഞ്ഞൊന്ന് സെറ്റാവണ്ടേ, എന്നിട്ടല്ലേ നിന്നെ കൊണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയണം. അപ്പോൾ ശരണ്യക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ അവർ പോകുന്ന വഴി ഒരു ഷോപ്പിൽ നിർത്തിയിട്ട് ശരണ്യക്ക് ഡ്രസ്സ് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ പോയിട്ട് ശരണ്യ ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് പിന്നീട് കാറിൽ കയറുന്നത്. അതേസമയം ശരണ്യ ഡ്രസ്സ് മാറാൻ പോയ തക്കം നോക്കിയിട്ട് ഹരിയാണെങ്കിൽ കൂട്ടുകാരെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് രോഹിത് എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് എത്തിയിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ എന്നാൽ ഞങ്ങളിതേ വന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ എല്ലാം സെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ സെറ്റാണ്. അവളെന്തേന്ന് ചോദിക്കുമ്പോൾ അവളിതേ ഡ്രസ്സ് മാറാനായിട്ട് പുതിയ ഡ്രസ്സ് വേണം പോലും അവൾക്ക്, ബർത്ത്ഡേ പാർട്ടിക്ക് പോകണമെന്നും പറഞ്ഞ് ഡ്രസ്സ് വേണമെന്നും, അതിന് വേണ്ടിയിട്ട് കടയിൽ നിർത്തി. അതും ഒരു ചിലവ്, സാരമില്ല എല്ലാം കൂടെ ഇന്ന് നമുക്ക് പൊളിച്ചടുക്കാം, അതും കൂടി നമുക്ക് വരവ് വെച്ചേക്കാം എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇവരുടെ ഭയങ്കര ത്രില്ലിലാണ് ഇവരെല്ലാവരും. കാരണം ഒരു മാൻകിടാവിനെ അവരുടെ കയ്യിലേക്ക് കിട്ടുകയാണ്, ഈ സിംഹക്കൂട്ടിലേക്ക് കിട്ടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഇവർ. അപ്പോൾ ആ സമയത്താണ് ശരണ്യ ഇറങ്ങി വരുന്നത്. അവൾ വരുന്നുണ്ട്, ഞാൻ ഫോൺ വെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഹരി ഫോൺ വെക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യ ഡ്രസ്സൊക്കെ പുതിയത് ഇട്ടിട്ട് വരുന്നത് കാണുമ്പോൾ ഹരി പറയുന്നുണ്ട്, എന്ത് ഭംഗിയാടി നിന്നെ കാണാൻ, ഇപ്പോൾ ആര് കണ്ടാലും നിന്നെ ഒന്ന് നോക്കിപ്പോകും, ആര് കണ്ടാലും ഒന്ന് കൊതിച്ചു പോകും എന്ന് പറയുമ്പോൾ ശരണ്യക്ക് ഭയങ്കര നാണം വരികയാണ്. ഹരിയേട്ടാ കളിയാക്കാതെ എന്ന് പറയുമ്പോൾ അല്ലടി സത്യം, നീ ഈ ഡ്രസ്സിൽ നല്ല സുന്ദരിയായിട്ടുണ്ട്, ഇനി ഇതൊക്കെ അഴിച്ചെടുക്കണ്ടേ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇതൊക്കെ അഴിച്ചെടുക്കാനോ, എന്താ പറഞ്ഞത്, എന്താ മോൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലടി ഞാൻ ചുമ്മാ, ഇതൊക്കെ നീ ഇട്ടില്ലേ, ഇനിയിപ്പോൾ നീ വേറെ ഡ്രസ്സ് ഇടണമെങ്കിൽ ഇതൊക്കെ അഴിക്കേണ്ടി വരില്ലേ, അതാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ട്. നിൻ്റെ സൗന്ദര്യം ശരിക്കും കാണണമെങ്കിൽ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റുന്നതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോൾ ഒന്ന് ഈ വഷളത്തരം കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുതിട്ടാ എന്നൊക്കെ പറയാണ് ശരണ്യ. അങ്ങനെ അവർ വീണ്ടും കാറിൽ കയറിയിട്ട് യാത്ര ചെയ്യാണ്. ഹരിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശരണ്യ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഒരു ഗൂഢമായിട്ട് നോക്കുകയാണ്. ശരണ്യാണെങ്കിൽ അവൻ്റെ നോട്ടം കണ്ടിട്ട് തന്നോടുള്ള സ്നേഹം കൊണ്ട് പ്രണയം കൊണ്ടൊക്കെയാണ് നോക്കുന്നത് എന്നുള്ള ഒരു ചിന്തയിലാണ് ഉള്ളത്. അങ്ങനെ ശരണ്യയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ വൈജയന്തിയെ കാണാനായിട്ട് ചെല്ലുന്ന സമയത്ത് വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ രോഹിത് വന്നിരുന്നോ എന്ന് ചോദിക്കുകയാണ്. രോഹിത് വന്നില്ലല്ലോ എന്ന് വൈജ പറയുന്നുണ്ട് കേട്ടോ. രോഹിത് ഇങ്ങോട്ടേക്ക് വന്നില്ലേ, രോഹിത് ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, പിന്നെ എങ്ങോട്ടാണ് രോഹിത് പോയത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കെങ്ങനെ അറിയാനാ, രോഹിത് വീട്ടിലല്ലേ, ഞാനിവിടെ ഹോസ്പിറ്റലല്ലേ കിടക്കുന്നത്, എനിക്കെങ്ങനെ അറിയാനാ രോഹിത് എങ്ങോട്ടേക്കാണ് പോയതെന്ന് എന്ന് പറയാണ് വൈജയന്തി. ദേഷ്യത്തോട് കൂടിയിട്ടാണ് പറയുന്നത്. ആ സമയത്താണെങ്കിൽ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ അലീനെ സംശയിച്ചത് ശരിയാവുകയാണോ, എന്തെങ്കിലും കുഴപ്പത്തിലേക്കാണോ അവൻ പോയിട്ടുണ്ടാവുക എന്നിങ്ങനെ ചിന്തിക്കുകയാണ്.
അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, രോഹിത് എങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ സ്കൂളിലേക്ക് കോളേജിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്, എന്തിനാണ് നേരത്തെ പോണത് എന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയെ കണ്ടിട്ട് വേണം പോവാനെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്ന് പറയാണ്. അവൻ വല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോയിട്ടുണ്ടാകും എന്ന് പറയുന്നുണ്ട് വൈജ. നീ ഇങ്ങനെ എന്ത് കാര്യത്തിനും അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കൊണ്ടാണ് അവൻ ഏത് രീതിയിലേക്കാണ് പോയത് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അവൻ്റെ പോക്ക് കണ്ടപ്പോൾ തന്നെ അലീനയ്ക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. അവൻ്റെ പോക്ക് അത്ര ശരിയല്ല എന്ന് അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ഹോസ്പിറ്റലിലേക്കൊന്നും വരില്ല എന്ന് എന്തോ ദുസ്സൂചന പോലെ അവൾക്ക് തോന്നി എന്ന് പറയുമ്പോൾ പിന്നെ അവൾ പറയുന്നത് പോലെയല്ലേ കാര്യങ്ങൾ. അവൻ വല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയിട്ടുണ്ടാകും. വീട്ടിൽ പറഞ്ഞാൽ നിങ്ങൾ അതിന് സമ്മതിക്കത്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്തേക്കാണെന്ന് കള്ളം പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറയണ വൈജയന്തി. എന്ത് പറഞ്ഞാലും അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തോളണം. എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിലേ പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ മുഴുവൻ അവൻ കൊല്ലപ്പള്ളിയിൽ ആ ഹരിയുടെ കൂടെയായിരുന്നു. ഹരി എന്തോ ഒരു കെണി ഒപ്പിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ ആങ്ങളേൻ്റെ മോനല്ലേ, അവനൊരു കുഴപ്പമില്ല, അവനങ്ങനെ രോഹിത്തിനെ കൊണ്ടുപോയി വല്ല കുഴിയിലൊന്നും ചാടിക്കത്തൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇത് തന്നെ എപ്പോഴും പറയണം കേട്ടോ എന്ന് ബാലചന്ദ്രൻ പറയണം. അങ്ങനെ വൈജിയും ബാലചന്ദ്രനും ഒന്ന് ഉടക്കിയിട്ടാണ് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ബാലചന്ദ്രനാണെങ്കിൽ ആകെ ടെൻഷനാവുകയാണ്. അപ്പോൾ ഇനി അവൻ കോളേജിൽ പോയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അറിയണം. അതിനു വേണ്ടിയിട്ട് ബാലചന്ദ്രൻ കോളേജിലേക്ക് നമ്മുടെ രോഹിത്തിൻ്റെ അധ്യാപകനെ വിളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന് രോഹിത്തിന് എന്ത് പറ്റി, രോഹിത് ഇന്ന് ക്ലാസ്സിൽ വന്നില്ലല്ലോ എന്ന് സാർ ഇങ്ങോട്ടേക്ക് തന്നെ ആദ്യം തന്നെ ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ ആകെ ടെൻഷനാവുകയാണ്. ഇന്ന് കോളേജിലേക്ക് വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ വന്നില്ലല്ലോ, രോഹിത് ഇന്ന് വന്നില്ലല്ലോ. ഇടയ്ക്കൊക്കെ രോഹിത് ഇങ്ങനെ ക്ലാസ് കട്ടാക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ എക്സാമൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രശ്നം വരും. എക്സാം ഒന്നും അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റില്ല, ഒരുപാട് ആബ്സെൻ്റ് ഉണ്ട് എന്ന് പറയണം. ഇത് കേട്ടതും ബാലചന്ദ്രൻ ആകെ തകർന്നു പോവുകയാണ്. എന്തായിരിക്കാം പറ്റിയിട്ടുണ്ടാവുക രോഹിത്തിന്, രോഹിത് എങ്ങോട്ടായിരിക്കാം പോകുന്നത് എന്നൊക്കെയുള്ള ആകെ ടെൻഷനിലാണ് ബാലചന്ദ്രൻ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇന്നൊരു ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോകണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ലീവായത് എന്ന് പറയുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ഫ്രണ്ട്സുമായിട്ട് കറങ്ങുന്നുണ്ട്, അത് അത്ര നല്ലതല്ല കേട്ടോ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവൻ്റെ പോക്ക് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. ചില സമയത്തുള്ള അവൻ്റെ ഭാവവും പെരുമാറ്റവും സംസാരം ഒന്നും അധ്യാപകരോടൊരു റെസ്പെക്റ്റ് ഇല്ലാത്തതുപോലെ, അതുപോലെ കുട്ടികളോടാണെങ്കിൽ പോലും ഒരു ഭയങ്കര ദേഷ്യവും വാശിയൊക്കെ ഉള്ള രീതിയിലാണ്. അവനെന്തോ ഒരു കുഴപ്പം സംഭവിച്ചതുപോലെ ഞങ്ങൾക്കും തോന്നിയിട്ടുണ്ട്. മിടുക്കൻ പയ്യനായിരുന്നു, അവൻ എന്താ ഇങ്ങനെ മാറിപ്പോകുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ആ അധ്യാപകൻ പറയുമ്പോൾ ബാലചന്ദ്രൻ ആകെ തകർന്നു പോവാണ്. രോഹിതിന് എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക, അവനെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം, ആ ഹരിയുടെ കൂട്ടുകെട്ടിലായിരിക്കും പെട്ടിട്ടുണ്ടാവുക എന്നിങ്ങനെ മനസ്സിലാക്കണം. അങ്ങനെ ശരി സാർ, ഞാൻ അന്വേഷിച്ചോളാം, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഫോൺ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗോവർദ്ധൻ വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ബാലേട്ട, എന്താണ് ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല, രോഹിത് വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്കാണെന്നും പറഞ്ഞു വന്നു, എന്നിട്ട് ഇങ്ങോട്ടേക്കും വന്നില്ല, കോളേജിലേക്കും പോയില്ല, പിന്നീട് അവൻ എങ്ങോട്ട് പോയി, അവൻ വല്ല ഫ്രണ്ട്സിൻ്റെയും കൂടെ പുറത്തെങ്ങാനും ഔട്ടിങ്ങിനോ മറ്റോ പോയിട്ടുണ്ടാകും ബാലേട്ട എന്ന് പറയുമ്പോൾ അതാണ് എനിക്ക് പേടി. ഞാൻ അവൻ്റെ അധ്യാപകനെ വിളിച്ചു, അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇടയ്ക്കൊക്കെ അവനിങ്ങനെ ആബ്സെൻ്റ് ആവാറുണ്ട് എന്നാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണമല്ലോ ബാലേട്ട, ഇങ്ങനെ വിട്ടാൽ, ഇങ്ങനെ കയറൂരി വിട്ടാൽ ശരിയാവില്ലല്ലോ. ഇന്നേതായാലും അവൻ പോയി തിരിച്ചിങ്ങോട്ട് വരട്ടെ, ബാക്കി വന്നതിന് ശേഷം തീരുമാനിക്കാമെന്ന് പറയാണ് ബാലചന്ദ്രൻ. അപ്പോൾ രോഹിത് എങ്ങോട്ട് പോയി കഴിഞ്ഞാലും ഒരു ആൺകുട്ടിയാണല്ലോ, പോയി കഴിഞ്ഞാൽ എന്താണെങ്കിലും വൈകിട്ടോ ഒക്കെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കോളും, അല്ലാതെ വേറെ പേടിയൊന്നും പേടിക്കണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ അവൻ പോയേക്കുന്നത് ഏറ്റവും വലിയ കെണിയിലേക്കാണ് എന്നുള്ളത് ബാലചന്ദ്രന് അറിയില്ല. പിന്നീടാണെങ്കിൽ അലീന ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. അച്ഛ എന്തായി, രോഹിത് അവിടെ ഹോസ്പിറ്റലിൽ വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ, നീ പറഞ്ഞത് ശരിയാണ്, അവൻ ഹോസ്പിറ്റലിൽ വന്നില്ല എന്ന് പറയണം. അച്ഛ എനിക്ക് എന്തോ സംശയം തോന്നുന്നു, എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ തോന്നുന്നു, അവൻ എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടുമോ എന്നൊരു പേടി. അച്ഛനൊന്ന് ആ കൊല്ലപ്പള്ളിയിൽ പോയിട്ട് ഹരി അവിടെ ഉണ്ടോയെന്നൊന്ന് അന്വേഷിച്ച് നോക്കി, അല്ലെങ്കിൽ മനുവേട്ടനെ ഒന്ന് വിളിച്ചു നോക്കി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഹരിയായിട്ട് കൂട്ടുകെട്ട് ഇപ്പം കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഹരി വിളിക്കുന്നുണ്ട്, ഹരിയുടെ കൂടെ പോകുന്നുണ്ട്. ഈ ഹരിയുടെ കൂടെ പോയിട്ടാണ് അവൻ മദ്യമൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. അച്ഛനൊന്ന് അന്വേഷിച്ച് നോക്കി, എനിക്ക് എന്തോ പേടിയാവുന്ന അച്ഛൻ എന്ന് പറയുമ്പോൾ അങ്ങനെ പേടിക്കാനൊന്നുമില്ല, ഇനിയിപ്പോൾ ഹരിയുടെ കൂടെ പോയി കഴിഞ്ഞാലും എവിടം വരെ പോകും, അവർ വല്ല ബിയറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കള്ളു കുടിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് തിരിച്ചു വരും, അത്രയല്ലേ ഉള്ളൂ. അല്ല അച്ഛൻ, എനിക്ക് എന്തോ വല്ലാത്ത പേടി തോന്നുന്നു, എന്തോ ഒരു വലിയ കുഴപ്പം വരാൻ പോകുന്നത് പോലെ തോന്നുകയാണ് എന്ന് പറയുമ്പം ശരി, നിൻ്റെ സമാധാനത്തിന് ഞാൻ മനുവിനെ വിളിക്കാം, പക്ഷെ മനു എറണാകുളത്തല്ലേ, മനുവേട്ടൻ എറണാകുളത്താണെങ്കിലും ചിലപ്പോൾ ഒന്ന് ഹരിയെ വിളിക്കുകയോ അല്ലെങ്കിൽ കമലാൻറ്റിയെ വിളിക്കുകയോ എന്തെങ്കിലും
എന്തെങ്കിലുമൊക്കെ ചെയ്തോളുമല്ലോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ ശരി, ഞാൻ വിളിച്ചേക്കാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്. അതിനുശേഷം ബാലചന്ദ്രൻ മനുവിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, എന്താ അങ്കിളെ എന്ന് ചോദിക്കുമ്പോൾ, നീ എവിടെ മനു, നാട്ടിലുണ്ടോ, കൊല്ലപ്പള്ളിയിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലെങ്കിലേ ഞാൻ എറണാകുളത്താണ് എന്ന് പറയണം. ആ അല്ല, എന്താ അങ്കിള് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, ഏയ് ഞാനൊന്നുമില്ല, ചുമ്മാ വിളിച്ചതാണ്. അങ്ങനെ ചുമ്മാ വിളിക്കത്തില്ലല്ലോ, അങ്കിൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയാണ്. ഇന്ന് രോഹിത്ത് ഹോസ്പിറ്റലിലേക്കാണ്, അത് കഴിഞ്ഞ് കോളേജിലേക്ക് പോകണം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അലീനയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് അന്വേഷിച്ചപ്പോൾ രോഹിത്ത് ഹോസ്പിറ്റലിൽ വന്നിട്ടില്ല എന്ന് പറയാണ്. കോളേജിൽ വിളിച്ചപ്പോൾ കോളേജിലും പോയിട്ടില്ല എന്ന് പറയുമ്പോൾ, എന്നാൽ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാനായിട്ട് പോയിട്ടുണ്ടാവും അങ്കിളെ എന്ന് പറയണം. അപ്പോൾ അതല്ലടാ പ്രശ്നം, ഇടയ്ക്ക് ഇപ്പോൾ കുറച്ചായിട്ട് ഹരിയുമായിട്ട് ഭയങ്കര കൂട്ടുകെട്ടുണ്ട്, ഹരി എന്തൊക്കെയോ ഗൂഢാലോചനയൊക്കെ ചെയ്യുന്നത് പോലെ സംശയമുണ്ട് എന്നാണ് അലീന പറയുന്നത് എന്ന് പറയുമ്പോൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമാണല്ലോ അങ്കിളെ എന്ന് പറയണം. ഹരിയുടെ പോക്ക് തീരെ ശരിയില്ല എന്ന് മനുവും പറയുന്നുണ്ട്. അമ്മ അവനെ കയറൂരി വിട്ടേക്കാണ്, അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് തോന്നിവാസം ചെയ്യാം, എന്ത് ചെയ്താലും അമ്മ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്ന് പറയാണ് മനു. എന്താണെങ്കിലും നീ ഒന്ന് അന്വേഷിക്കുക, ഹരി വീട്ടിലുണ്ടോ, ഹരി എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ നീ ഒന്ന് അന്വേഷിക്കുക എന്ന് പറയണം. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം മനു കമലയെ ഫോൺ ചെയ്യുന്നുണ്ട്. ഹരിയെ ഫോൺ ചെയ്യുമ്പോൾ ഹരി കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹരി മനുവിൻ്റെ ഫോൺ കണ്ടിട്ട് എടുക്കുന്നില്ല കേട്ടോ ആദ്യം. അപ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ട്, ആരെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതെൻ്റെ ചേട്ടനാണ് എന്ന് പറയണം. ചേട്ടനൊരു ഭയങ്കര പാരയാണ്, എല്ലാ കാര്യത്തിലും കയറി തലയിടും, നമുക്ക് ഒരു സ്വാതന്ത്ര്യവും തരത്തില്ല, ഭയങ്കര കാരണവരാണെന്നാണ് ഭാവം എന്നൊക്കെ പറയണം. ജോലിയുണ്ട്, പൈസയുണ്ട് എന്നൊക്കെയുള്ള അഹങ്കാരമാണ്. എനിക്കിപ്പോൾ ജോലി ചെയ്യാതെ തന്നെ എൻ്റെ കയ്യിൽ പൈസയുണ്ട്, പക്ഷേ പുള്ളിക്ക് ജോലി ചെയ്ത് തന്നെ പൈസ ഉണ്ടാക്കണം എന്നൊക്കെയുള്ളൊരു ഭാവമാണ്. പുള്ളി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ളൊരു അഹങ്കാരമാണ് എന്നൊക്കെ പറയണം. അത്രക്ക് മോശമാണോ ഹരിയേട്ടൻ്റെ ചേട്ടൻ എന്ന് ചോദിക്കുമ്പോൾ, ആളിത്തിരി ഒരു ബാഡാണ് എന്നുള്ള രീതിയിൽ, ഒരു സ്ത്രീലമ്പടനാണ് എന്നുള്ള രീതിയിൽ ശരണ്യെ ഇങ്ങനെ പറയണം. എന്നെപ്പോലെയൊന്നുമല്ല, എന്നെപ്പോലെ ഡീസൻ്റ് ഒന്നുമല്ല, ആളിത്തിരി പോക്ക് കേസാണ്. എറണാകുളത്തൊക്കെ അല്ലേ ജോലി ചെയ്യുന്നത്, പണ്ട് ബാംഗ്ലൂരായിരുന്നു, അവിടെ മൊത്തം അലമ്പായിരുന്നു, ഇപ്പോൾ എറണാകുളത്താണ് ജോലി ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ശരണ്യക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. മനുവേട്ടൻ എന്ന് പറയുന്നത് ഹരിയേട്ടൻ്റെ ചേട്ടനല്ലേ, ആ ചേട്ടനെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാനുള്ള കാര്യമാണ് പറഞ്ഞത്, നീ ആയിട്ട് ഇനി ഇത് ആരോടും പറയാനൊന്നും നിൽക്കണ്ട, ഇത്രയും നാളത്തെ അടുപ്പം വെച്ച് എൻ്റെ സ്വഭാവം നിനക്കറിയാലോ, നിന്നെ ഞാനൊന്ന് തൊട്ട് നോവിച്ചിട്ട് പോലുമില്ല, പക്ഷേ എൻ്റെ ചേട്ടൻ അങ്ങനെയൊന്നുമല്ല, എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ വീണ്ടും മനു വിളിക്കുന്നുണ്ട്. ശല്യം, ഇത് എടുത്തിട്ടില്ലെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കും, ഞാനൊന്ന് എടുക്കട്ടെ, നീ ഒന്നും മിണ്ടാതിരിക്കുക, സംസാരിക്കരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് മനുവിൻ്റെ ഫോൺ എടുക്കുകയാണ് ഹരി. എന്താ മനുവേട്ട എന്ന് ചോദിക്കുമ്പോൾ, നീ എവിടെടാ ഹരി എന്ന് ചോദിക്കുകയാണ്. ഞാൻ ദേ ഇവിടെ ടൗണിലുണ്ട്. ടൗണിലെവിടെ, നിൻ്റെ കൂടെ രോഹിത് ഉണ്ടോ? എൻ്റെ കൂടെ രോഹിത്തില്ല, പിന്നെ നിൻ്റെ കൂടെ ആരാ ഉള്ളത്? എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയണം. നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്ന് പറയണം. ഏത് ഫ്രണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഈ മനുവേട്ടന് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, ഞാൻ എന്താ കൊച്ചു കുഞ്ഞാണോ എന്ന് ചോദിക്കുമ്പോൾ, നീ കൊച്ചു കുഞ്ഞാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ചോദിക്കത്തില്ലായിരുന്നു, നീ കൊച്ചു കുഞ്ഞല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. മനുവേട്ടൻ ഒന്ന് വെച്ചേ, ഞാനിവിടെ ഒന്ന് ഫ്രണ്ട്സിനെ കാണാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് തന്നെ പോകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രോഹിതിനെ നീ കണ്ടിട്ടേ ഇല്ല, നീ വിളിച്ചിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അവനുമായിട്ട് അത്ര കൂട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഹരി ഫോൺ കട്ട് ചെയ്യണം. പക്ഷേ മനുവിന് അത് അത്രയ്ക്ക് വിശ്വാസം പോരാ. അപ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ട്, അതെന്താ ഫ്രണ്ടിനെ കാണാനാണ് പോകുന്നതെന്ന് പറഞ്ഞ്, നമ്മളൊരു ബർത്ത്ഡേ പാർട്ടിക്കല്ലേ പോണത്, അത് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും ശരിയാവത്തില്ല, ഞാൻ അങ്ങനെയൊക്കെ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മനുവേട്ടൻ അത് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കി വീട്ടിൽ പറയും, എന്നിട്ട് ചിലപ്പോൾ എനിക്ക് തല്ലൊക്കെ കിട്ടും എന്നൊക്കെ പറയണം. ഹരിയേട്ടനെ വീട്ടിൽ നിന്ന് തല്ലോ? ഈ മനുവേട്ടനുണ്ടല്ലോ, കള്ളൊക്കെ കുടിച്ച് വന്നിട്ട് ബാക്കിയുള്ളവരെ മേത്തോട്ട് കയറും, ഒരു ശല്യമാണ് എന്നുള്ള രീതിയിൽ പറയണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കള്ളം പറഞ്ഞത്, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, നമുക്കിന്ന് ചിൽ ചെയ്യാം, നമ്മളിന്ന് സൂപ്പർ സംഭവമല്ലേ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവളെ ഇങ്ങനെ മയക്കിങ് കൊണ്ട് പോകണം. ആ സമയത്ത്, നിനക്ക് വെള്ളം എന്തെങ്കിലും വേണോ, എൻ്റെ കയ്യിൽ കോളയുണ്ട്, നിനക്ക് കോള വേണോ എന്ന് ചോദിക്കുമ്പോൾ, കോള വേണ്ട എന്ന് പറയണം. എന്നാൽ അത് വെള്ളം വേണമെങ്കിൽ എടുത്ത് കുടിക്കുക, ഡോറിൻ്റെ സൈഡിൽ വെള്ളമുണ്ട്, വേണമെങ്കിൽ എടുത്ത് കുടിച്ചോ, കുറേ നേരമായില്ലേ നമ്മൾ യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കാം എന്ന് പറയുമ്പോൾ, വേണ്ട, പുറത്തുനിന്ന് ഇറങ്ങി കഴിക്കണ്ട, ഞാൻ വെള്ളം കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ സൈഡിലിരുന്ന വെള്ളം എടുത്ത് കുടിക്കുകയാണ് ശരണ്യ. അത് കണ്ടിട്ട് വളരെ ഗൂഢമായിട്ട്
ശരണ്യ ഇങ്ങനെ നോക്കി ചിരിക്കുകയാണ് ഹരി. കാരണം ആ വെള്ളത്തിൽ അവൻ്റെ ആ മയക്കുമരുന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ രീതിയിൽ ശരീരത്തിൽ പ്രവർത്തിച്ച് തുടങ്ങും. ബാക്കി അവിടെ ചെന്നിട്ടും കൊടുക്കുന്നത്, കാരണം ജ്യൂസൊക്കെ കൊടുക്കുമ്പോൾ ബാക്കി കൂടി ശരീരത്തിലേക്ക് കയറ്റാലോ എന്നുള്ളൊരു പ്ലാനാണ് അവരുടേത്. അങ്ങനെ ശരണ്യ ആ വെള്ളം എടുത്ത് കുടിച്ചിട്ട് ബാക്കി വെള്ളം അവിടെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. ഹരിയേട്ടന് വേണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട, എനിക്ക് വേണ്ട, എനിക്കിപ്പോൾ ശരിയാവത്തില്ല, നീ കുടിച്ചോ, നീ കുടിച്ചാലേ എനിക്ക് കാര്യമുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതെന്താ അങ്ങനെ? അല്ല, നീ കുടിച്ചു കഴിഞ്ഞാൽ നീ എനർജറ്റിക് ആയിട്ട് നീ വെള്ളമൊക്കെ കുടിച്ച് നല്ല സുന്ദരിയായിട്ടിരിക്കേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ എനർജറ്റിക് ആയിട്ടിരുന്നാലല്ലേ ഞാൻ ഹാപ്പി ആവുള്ളൂ എന്ന് പറയണം. അങ്ങനെ അവർ ആ വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. ആ വീട്ടിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് ഒരു ആളൊഴിഞ്ഞൊരു വീടാണ്. കാരണം തൊട്ടടുത്തൊന്നും ആൾതാമസമില്ല. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ശരണ്യ ചോദിക്കുന്നുണ്ട്, ഇവിടെയാണോ നമ്മൾ പാർട്ടി നടത്തുന്നത് എന്ന് ചോദിക്കുകയാണ്. അതെ, ഇവിടെയാണ്. എന്നിട്ട് ഇവിടെ ആരെയും കാണാനില്ലല്ലോ, എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നീ വാ, ഇറങ്ങ് എന്ന് പറയാണ്. നിൻ്റെ ബാഗ് എടുത്തോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാഗൊക്കെ എടുത്തിട്ട് ശരണ്യ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾക്ക് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. ഇതെന്തോ ഇപ്പോൾ ഇങ്ങനെ ഒരു ആളൊഴിഞ്ഞൊരു വീട് പോലെയൊക്കെ തോന്നുകയാണ്. അപ്പോൾ ഇവിടെ വേറെ ആരും താമസക്കാരൊന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ കുറച്ച് അപ്പുറത്തൊക്കെ ആയിട്ട് ആരൊക്കെയോ ഉണ്ട് എന്ന് പറയണം. ഇവിടെ വെച്ചൊരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ അടുത്തുള്ളവരൊക്കെ വരില്ലേ, ആരും വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല, നമ്മളും പിന്നെ അവൻ്റെ ഫാമിലി മാത്രമേ ഉള്ളൂ എന്ന് പറയണം. നീ വാ, നീ അകത്ത്, പുറത്തിങ്ങനെ നിൽക്കണ്ട, നമുക്ക് അകത്തേക്ക് പോകാം. ഇവിടെ നീ അപ്പോൾ ആരെങ്കിലും കണ്ട് എന്താ ഏതാ എന്നൊക്കെ അന്വേഷിച്ച് നമ്മുടെയൊക്കെ സന്തോഷം കളയും എന്ന് പറയണം. അങ്ങനെ ശരണ്യ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ഹരിയുടെ കൂടെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ഹരിയാണെങ്കിൽ അവളെ ചേർത്ത് പിടിച്ച് തോളിലൊക്കെ കൈയിട്ടിട്ട് ചേർത്ത് പിടിച്ചിട്ടാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ ശരണ്യ അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് ഒരു ബർത്ത്ഡേ പാർട്ടീൻ്റെ എല്ലാ സെറ്റപ്പും അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ 2 ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് വന്ന്, ഹരി നീ വന്നോടാ, ഇതാണോ നിൻ്റെ പെണ്ണ് ശരണ്യ? ആ അതെ, ഇതാടാ എൻ്റെ പെണ്ണ് എന്ന് പറയണം. അപ്പോൾ ശരണ്യ അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ രോഹിത്താണെങ്കിൽ ഭയങ്കര ടെൻഷനിലാട്ടോ. ഇവിടെ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ഓർത്തിട്ട് രോഹിത്തിന് ഭയങ്കര ടെൻഷനുണ്ട്. അവനാണെങ്കിൽ ആ കിച്ചണിൽ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് വറീഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട്, രോഹിത് എന്തെന്ന് ചോദിക്കുകയാണ്. രോഹിത് അവിടെ ഉണ്ട് എന്ന് പറയണം മറ്റു ഫ്രണ്ട്സ്. അവൻ ഇങ്ങോട്ടേക്കൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അവനവിടെ എന്തോ ഫുഡ് ഉണ്ടാക്കുകയോ അങ്ങനെ എന്തോ ആണ്, പണിയിലാണ് എന്ന് പറയണം. രോഹിത് അവിടെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ ലേഡീസ് ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, എല്ലാവരും വരും, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ, നമുക്ക് അതിന് മുന്നേ എല്ലാ കാര്യങ്ങളും സെറ്റാക്കാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ ജ്യൂസ് ഇട്ട് വേറൊരു കൂട്ടുകാരൻ വരുന്നുണ്ട് കേട്ടോ. ജ്യൂസ് എടുത്ത് കുടിക്കാനായിട്ട് പറയാണ്. ജ്യൂസ് എടുത്ത് കുടിക്കാൻ പറയുമ്പോൾ ശരണ്യക്കുള്ളത് മാത്രം സ്പെഷ്യൽ ജ്യൂസാണ്, ഒരു സ്പെഷ്യൽ ഗ്ലാസ്സിലാണ് കൊണ്ടുവരുന്നത്. ഹരി വേഗം ആ ഗ്ലാസ് എടുത്തിട്ട് ശരണ്യക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ്. അതായത് അത് ശരണ്യക്കുള്ള സ്പെഷ്യൽ ഗ്ലാസ് ആയിരുന്നു, അത് അവർ സൂചന കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റേ ഗ്ലാസ് എടുത്തിട്ട് ഹരി എടുത്ത് കുടിക്കണം. എന്നിട്ട് ഇവളോട് പറയുന്നുണ്ട്, ശരണ്യോട് പറയുന്നുണ്ട് കുടിക്കുക എന്ന് പറയണേ. ശരണ്യ ആ ഗ്ലാസ് എടുത്തിട്ട് പാവം ഒന്നും അറിയില്ലല്ലോ, പാവം ആ കൊച്ച് ആ ജ്യൂസ് കുടിക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് വളരെ നിഗൂഢമായിട്ട് ചിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ ശരണ്യോട് പറയുന്നുണ്ട്, വാ നമുക്ക് അവിടേക്ക് ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ആ സെറ്റിലേക്ക് കൊണ്ടുപോയി ഇരിക്കുകയാണ്. ആ സമയത്ത് ഇവരെ നോക്കിയിട്ട് കണ്ണിറുക്കി കാണിക്കുന്നുണ്ട് ഹരി. എന്നിട്ട് രോഹിത്തിനെ ഒന്ന് നോക്കിക്കൊണ്ട് രോഹിത്തിനെ നോക്കിയിട്ട് കണ്ണിറുക്കി കാണിക്കുന്നുണ്ട്. രോഹിത് ആ കിച്ചണിൽ ഇങ്ങനെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രോഹിത്തിനാണെങ്കിൽ വിറയൽ കയറി തുടങ്ങിട്ടോ. കാരണം ഇനി എന്തൊക്കെ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആകെ ടെൻഷനിലാണ് രോഹിത്തും. അങ്ങനെ ഹരിയാണെങ്കിൽ ശരണ്യയെ കൂട്ടിയിട്ട് അവിടെ സെറ്റിൽ കൊണ്ടുപോയി എത്തുന്ന സമയത്ത് ഹരി ആ ജ്യൂസ് ഉണ്ടല്ലോ, ആ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞ ഗ്ലാസ് വാങ്ങിക്കുന്നുണ്ട്. ആ സമയത്ത് മുതൽ ശരണ്യക്ക് ഇങ്ങനെ മയക്കം വന്ന് തുടങ്ങുകയാണ്. അതായത് ബോധം പോയി തുടങ്ങുകയാണ്. അത് ആ കഴിച്ച മയക്കുമരുന്ന് അവരുടെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഹരിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, അയ്യോ എനിക്ക് എന്തോ ഒരു വല്ലാത്ത അസ്വസ്ഥത പോലെ തോന്നുന്നു ഹരിയേട്ട എന്ന് പറയണം. എന്ത് പറ്റി ശരണ്യ നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് വല്ലാത്ത തല വേദനിക്കുന്നു, ഞാൻ ശരീരം തളർന്നു പോകുന്നത് പോലെ തോന്നുന്നു എന്നൊക്കെ പറയണം. നിനക്ക് കിടക്കണോ? എന്നാൽ അവിടെ റൂമുണ്ട്, നിനക്ക് അവിടെ വേണമെങ്കിൽ പോയി കിടക്കാം. വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു, നീ വാ അവിടെ കിടക്കാം, ഇവിടെ പ്രശ്നമൊന്നുമില്ല, നീ വാ എന്ന് പറഞ്ഞിട്ട് ശരണ്യയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ആ റൂമിൽ ബെഡിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. ആ ബെഡിലോട്ട് കിടന്നതും ശരണ്യ ശരിക്കും പറഞ്ഞാൽ അവളുടെ കൈകാലുകളൊക്കെ തളർന്നു പോവുകയാണ്. ഒന്നും ചലിപ്പിക്കാൻ പറ്റാത്ത ആ സിറ്റുവേഷനിലേക്ക് പോവുകയാണ്. എന്നാലിട്ട് ബോധം മുഴുവനായിട്ട് പോവുകയും ചെയ്യുന്നില്ല. ഇവിടെ നടക്കുന്നതും ഒക്കെ കാണാവുന്ന ആ ഒരു രീതിയിലാണ്. ശരിക്കും
കണ്ണടഞ്ഞ് പോകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് കണ്ണ് തുറക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഹരിയേട്ടാ എനിക്ക് എന്താ പറ്റിയത്, എൻ്റെ ശരീരം ആകെ തളർന്നു പോകുന്നത് പോലെ എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ നീ ഒന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിയായിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നു, വേറെ 2-3 പേര് ഇങ്ങനെ സദാചാര പോലീസായിട്ട് വരുന്നു, അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുന്നു എന്നൊക്കെയുള്ള രീതിയിലായിരുന്നല്ലോ. അതൊക്കെ മാറി ഇപ്പോൾ ഇവരിങ്ങനെ മയക്കുമരുന്ന് കൊടുത്തത് കാരണം അവിടെ വേറൊരു പ്ലാനിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ മരുന്ന് കൊടുത്ത് അവളെ അഡിക്റ്റ് ആക്കിയത് കാരണം ഇനിയിപ്പോൾ വേറൊരു സംഭവങ്ങളൊന്നുമില്ല. അങ്ങനെ ഹരി പെട്ടെന്ന് തന്നെ അവളുടെ മുഖത്ത് ഇങ്ങനെ തട്ടി വിളിക്കുകയാണ്, ശരണ്യ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഹരിയേട്ടാ എനിക്ക് എന്തോ പോലെ വല്ലാതെ ആവുന്നു എന്ന് പറയാണ്. അപ്പോൾ ഹരിയാണെങ്കിൽ ഇങ്ങനെ അവളെ ഇങ്ങനെ നോക്കി നിൽക്കണം, ഇവളിങ്ങനെ എന്താ ഇനി ചെയ്യാൻ പോണേന്ന് ഓർത്തിട്ട് കേട്ടോ. അപ്പോൾ ഹരിയേട്ടാ എനിക്ക് വീട്ടിൽ പോകണോ, ഹരിയേട്ടാ എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ പോകാനോ, ഇവിടുത്തെ പരിപാടി കഴിയാതെ എങ്ങനെ വീട്ടിൽ പോവാ, ഹരിയേട്ടാ പ്ലീസ് എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കുക, എനിക്ക് പേടിയാവുന്നു, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ശരണ്യ ബഹളം വെക്കാൻ ഇങ്ങനെ തുടങ്ങി കേട്ടോ. അപ്പം ഭയങ്കര ഒരൊറ്റ അടി കൊടുക്കുന്ന ശരണ്യയുടെ മുഖത്ത് ഹരി, നീ എന്തടി കരുതിയത്, നീ കുറേ നാളായില്ലേ എന്നെ ഇട്ടിങ്ങനെ വിഷമിപ്പിക്കാൻ തുടങ്ങിയിട്ട്, എന്നെ ഇട്ടിങ്ങനെ കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട്, ഇന്ന് ഇവിടെ നിൻ്റെ എല്ലാ സംഭവങ്ങളും തീരുകയാണ്, നിന്നെ ഞാനിന്ന് എൻ്റേതാക്കി മാറ്റാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് അവളോട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ ചെറുത്ത് നിൽക്കാൻ മാക്സിമം നോക്കുന്നുണ്ട്, ഹരിയേട്ടാ പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ, എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹരി അതൊന്നും സമ്മതിക്കില്ല. ഹരി അവളുടെ ഷോളൊക്കെ എടുത്ത് വലിച്ചു മാറ്റുകയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ കയ്യോ കാലോ അനക്കാൻ പറ്റാതെ അത്രയും തളർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ബോധം ഇങ്ങനെ മറഞ്ഞു പോവുകയാണ്. പ്ലീസ് ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് ഇവരുടെ കൂട്ടുകാരെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താടാ ഹരി, നീ എന്താടാ ഇവിടെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആ കൊച്ചിനെ നീ എന്താടാ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ഇതിൽ നിങ്ങൾ ഇടപെടണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ശരിയാവുന്നത്, ഞങ്ങൾ ഇടപെടാതെ പിന്നെ നീ മാത്രം ഒറ്റയ്ക്ക് എല്ലാം ആസ്വദിക്കാമെന്ന് കരുതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യം ഉറക്കത്തിലേക്ക് വീഴുന്നതിൻ്റെ മുൻപ് അവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, അവൻ്റെ ഫ്രണ്ട്സായിട്ട് കണ്ട ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുകയാണ്. രോഹിത്തിനെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, രോഹിത്തിനെയും കാണുന്നുണ്ട്. അപ്പോൾ രോഹിത്താണെങ്കിൽ അങ്ങോട്ടേക്ക് ചെല്ലുന്നേ ഇല്ല കേട്ടോ. എടാ രോഹിത്ത് എന്തേന്ന് ഹരി ചോദിക്കുമ്പോൾ രോഹിത്ത് അവിടെ നിൽപ്പുണ്ട്, ഇങ്ങോട്ടേക്ക് വരുന്നില്ല, അവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ എന്ന് പറയണം. അപ്പോൾ രോഹിത്താണെങ്കിൽ ആകെ ഭയന്ന് വിറച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഇവർ 3 പേരും കൂടെ അവളെ ഇങ്ങനെ ഡ്രസ്സൊക്കെ വലിച്ചഴിച്ച് അവളെ അങ്ങനെ റേപ്പ് ചെയ്യുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെയധികം എന്താ പറയുക, ഭയങ്കര മനസ്സിനെ തളർത്തി കളയുന്ന സീനുകളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് കൂട്ടമായിട്ട് ഗ്യാങ് റേപ്പ് ചെയ്യാണ് ശരണ്യാകെ വല്ലാത്ത ഒരു അവസ്ഥയിലായി പോകണം, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ. അപ്പോൾ രോഹിത്താണെങ്കിൽ പേടിച്ചിട്ട് മാറി നിൽക്കണം. രോഹിത്തിന് ഇതെല്ലാം കൂടി കണ്ടിട്ട് ശരണ്യയുടെ കരച്ചിലും അങ്ങനെ എല്ലാം കൂടി കേട്ടിട്ട് രോഹിത്തിന് ഭയങ്കര പേടിയായിട്ടുണ്ടായിരുന്നു. രോഹിത്ത് അവിടേക്ക് ചെല്ലുന്നതില്ല. അങ്ങനെ ഹരി നിർബന്ധിച്ചടാ ഇങ്ങോട്ട് വാടാ, നീ ഇങ്ങോട്ടേക്ക് വാടാ, നീ എന്താടാ മാറി നിൽക്കുന്നത് എന്നൊക്കെ വിളിച്ച് ഹരി നിർബന്ധിച്ച് അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അപ്പോൾ രോഹിത്ത് ഇല്ല, ഞാൻ വരുന്നില്ല, എനിക്ക് പറ്റത്തില്ല, ഞാനില്ല, നിങ്ങൾ വിട്ടേക്ക്, ഞാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഹരി രോഹിത്തിനെ പിടിച്ചു വെക്കണം. മര്യാദക്ക് ഇവിടെ നിന്നോ, നീ എന്താണെങ്കിലും ഇവിടെ വന്ന് നീ ആരെ പെടുകയാണെങ്കിൽ എല്ലാവരും പെടും, നീ മര്യാദക്ക് ഇതിൽ ഈ ഫോണിൽ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുത്തിട്ട് അതിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറയണം. രോഹിത്താണെങ്കിൽ ആകെ ഭയന്ന് പോവാണ്. രോഹിത്ത് അങ്ങനെ ഹരി പറഞ്ഞത് പ്രകാരം ആകെ പേടിച്ചിട്ട് ഇങ്ങനെ ഫോൺ ക്യാമറ ഓണാക്കിയിട്ട് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങൾ, അവളുടെ നേക്കിഡ് ബോഡിയും അങ്ങനെയൊക്കെ ആയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ആ ഉള്ള എല്ലാവരും ചേർന്നിട്ട് ശരണ്യെ ഗ്യാങ് റേപ്പ് ചെയ്യുന്നുണ്ട്. ശരണ്യ ആകെ ടോട്ടലി ഫിസിക്കലി ഭയങ്കര വീക്കായി പോവുകയാണ്. എഴുന്നേക്കാൻ പോലും പറ്റാത്ത അത്രയും അതിക്രൂരമായിട്ട് ശരണ്യെ അവർ ഗ്യാങ് റേപ്പ് ചെയ്യുകയാണ്. വളരെ പൈശാചികമായിട്ടെന്ന് പറഞ്ഞ രീതിയിലാണ്. അപ്പോൾ നമ്മുടെ രോഹിത്തിന് ഇത് അവിടെ കണ്ടു നിൽക്കാൻ സഹിക്കാൻ പറ്റുന്നില്ല. രോഹിത് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അവിടെ നിൽക്കാൻ പറ്റാത്തത് കാരണം പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ഇവരുടെ എല്ലാം ഇതും കഴിഞ്ഞ് ഇവർ ശരണ്യെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ബോധം വരുന്ന സമയത്ത് ശരണ്യെ കൊണ്ടുപോകാമെന്നല്ലേ കരുതിയത്. പക്ഷേ ശരണ്യക്ക് ഓവർ ബ്ലീഡിങ്ങും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരികയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നറിയാതെ ആകെ പകച്ച് നിൽക്കുകയാണ് എല്ലാവരും. ഇതിപ്പോൾ ആകെ കയ്യിൽ നിന്ന് പോയി, കാരണം അത്രയും പൈശാചികമായിട്ട് അവരെല്ലാവരും കൂടി ആ പെൺകൊച്ചിനെ പിച്ചി ചീന്തിയിട്ടുണ്ട്. അപ്പോൾ അത്
അത്രയും പൈശാചികമായിട്ട് തന്നെ എന്ന് പറയാം. അത്രയും ബുദ്ധിമുട്ടായിട്ട് ആ കൊച്ചിങ്ങനെ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ലെങ്കിൽ മരിച്ചു പോകും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ അതുമാത്രമല്ല, ഇത് എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഇവരൊക്കെ പെട്ടുപോകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യും എന്നറിയാതെ ഇവരാകെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഒരു പെൺകുട്ടിയെ പിച്ചി ചീന്തി ഇട്ടതും പോരെ, ഇനി ആ കൊച്ചിനെ എന്ത് ചെയ്യും, കൊന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാം എന്ന് വരെ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും പറ്റുന്നില്ല. അപ്പോൾ എവിടെയെങ്കിലും വഴിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കാം എന്നുള്ള രീതിയിൽ അവർ അവളെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് നേരെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റിയിരുത്തുകയാണ്. എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാം എന്നുള്ളൊരു രീതിയിലാണ് കൊണ്ടുപോകുന്നത്. രോഹിത്താണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഇനി എന്ത് ചെയ്യും, എങ്ങനെ ഒരു ട്രാപ്പിൽ താൻ പെട്ടുപോയല്ലോ എന്നുള്ളൊരു ടെൻഷനിലാണ്. തൻ്റെ ജീവിതം പോയി എന്നുള്ളൊരു ടെൻഷൻ രോഹിത്തിനുണ്ട്. ഹരിയാണെങ്കിൽ ഇതൊക്കെ എല്ലാം അവരുടെ ആസ്വാദനമൊക്കെ കഴിഞ്ഞെങ്കിലും അവർക്കും ആകെ ടെൻഷനായി. ശരണ്യയുടെ ആ കണ്ടീഷൻ കണ്ടിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനിലാണ്. അങ്ങനെ എങ്ങനെയൊക്കെ അവർ ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഈ ശരണ്യയെ കൊണ്ടുപോയിട്ട് കളയുകയാണ്. അവിടെ കൊണ്ടുപോയി കളഞ്ഞിട്ടാണ് ഇവർ അവിടുന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. അങ്ങനെ അവർ എസ്കേപ്പ് ആവുകയാണ്. ശരണ്യ അവിടെ ഹോസ്പിറ്റലിൽ അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുകയാണ് ശരണ്യയെ. ഹോസ്പിറ്റലിൽ ആരാ കൊണ്ടുവന്നത് എന്നൊന്നും അറിയില്ല. ഇവരൊരു ആക്സിഡൻറ്റ് കേസ് എന്നുള്ള രീതിയിൽ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കുകയാണ്. അപ്പം എന്താ പറ്റിയത് എന്നൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് ഇവർ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ആക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് അവർ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. ആ സമയത്ത് തന്നെ അവിടെ ഉള്ളവർ പറയുന്നുണ്ട്, നിങ്ങൾ പോകാൻ പാടില്ല, പോലീസ് വരണം, പോലീസ് വന്നിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ശരി ഞങ്ങൾ പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയണം. പക്ഷേ അവരവിടെ നിന്ന് മുങ്ങുകയാണ് ചെയ്യുന്നത്. ആരും അവിടെ നിൽക്കുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിലത്തെ ആൾക്കാർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇങ്ങനൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ഗ്യാങ് റേപ്പാണെന്ന് തോന്നുന്നു, കുറച്ച് പേരാണ് ഇവിടെ കൊണ്ടുവന്നത്, അവരിവിടെ നിന്ന് കൊണ്ടാക്കിയതിന് ശേഷം മുങ്ങിയിട്ടുണ്ട്, അവരിവിടെ ഇല്ല എന്നൊക്കെ പറയണം. അങ്ങനെ പെട്ടെന്ന് പോലീസ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സീനായിട്ട് മാറുകയാണ്. ശരണ്യയുടെ ആ റേപ്പ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചർച്ചാ വിഷയമാകുന്നുണ്ട്. അങ്ങനെ ശരണ്യ ഗ്യാങ് റേപ്പ് ചെയ്തത് ഹരിയും രോഹിത്തും ഫ്രണ്ട്സും ആണ് എന്നുള്ളത് കണ്ടെത്തുകയും ഇവരെ ജയിലിൽ പിടിച്ചിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറി ഞാൻ നെക്സ്റ്റ് ഉടനെ തന്നെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്താണെങ്കിലും ഹരിയുടെയും കൂട്ടുകാരുടെയൊക്കെ ഈ പൈശാചികമായ പ്രവൃത്തിക്ക് അവർക്ക് തക്ക ശിക്ഷ തന്നെ കിട്ടുന്നുണ്ട്. ബാഹ്യ സപ്പോർട്ടായിട്ട് കൂട്ടുനിന്ന രോഹിത്തിനും കുറച്ച് ശിക്ഷയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നീട് രോഹിത്ത് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു സ്റ്റോറിയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.